എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 ആണ് യോഗ്യത വേണ്ടത്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന CSIR സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്ററിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 30 ആണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് വരുന്നത് ജൂലൈ 2nd വീക്കിലായിരിക്കും. കോമ്പറ്റേറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. റിട്ടേൺ എക്സാം വരുന്നത് ജൂലൈ 3rd വീക്കിലായിരിക്കും. വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. വേക്കൻസി 2 അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. ശമ്പളം ലഭിക്കുന്നത് 25,500 മുതൽ 81,100 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. +2 കൂടാതെ പ്രൊഫഷൻസി ഇൻ സ്റ്റെനോഗ്രാഫി ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുഡ് റിട്ടേൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആക്യുറേറ്റ്ലി ട്രാൻസ്ക്രൈബ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, എബിലിറ്റി ടു ടേക്ക് ഡിക്റ്റേഷൻസ് ആക്യുറേറ്റ്ലി അറ്റ് ഹൈ സ്പീഡ്, കൂടാതെ നോളജ് ഓഫ് കമ്പ്യൂട്ടർ പ്രിഫറബിളി MS ഓഫീസ്, MS വേർഡ്, MS എക്സൽ ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും +2 കൂടാതെ പ്രൊഫഷൻസി ഇൻ സ്റ്റെനോഗ്രഫിയാണ് വേണ്ടത്. പ്രായപരിധി 27 വയസ്സ് വരെയാണ്. PWD കാൻഡിഡേറ്റ്സിനും ESM കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. അടുത്ത പോസ്റ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. ജനറലാണ്. വേക്കൻസി 6. അൺറിസർവ്ഡ് 4, OBC 1, SC 1. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ടൈപ്പ് സ്പീഡ് അറ്റ് 35 വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. ഇതാണ് യോഗ്യത വേണ്ടത്. അടുത്ത പോസ്റ്റ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണ്. വേക്കൻസി 1, OBC ആണ്. ശമ്പളം സെയിം തന്നെ. യോഗ്യത വേണ്ടത് +2 പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ടൈപ്പ് സ്പീഡും ആണ് വേണ്ടത്. അടുത്തത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് ആണ്. വേക്കൻസി 1, SC കാറ്റഗറിയാണ്. ശമ്പളം ലഭിക്കുന്നത് പേ ലെവൽ 2 തന്നെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സായിരിക്കണം. കൂടാതെ പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ടൈപ്പ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 28 വയസ്സ് വരെ. കൂടാതെ SC കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും PWD കാൻഡിഡേറ്റ്സിനും ESM കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. അപ്പോൾ ഈ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കാണ്. +2 യോഗ്യതയുള്ളവർക്കും ഈ പറഞ്ഞ പ്രൊഫഷൻസി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3 ഇയർ ഡിപ്ലോമയാണ് +2 പകരം പഠിച്ചതെന്നുണ്ടെങ്കിലും ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സിനും SC or ST കാറ്റഗറിക്കും PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മെന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. നിങ്ങൾ ഈ 2 പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിൽ എക്സാം വരുന്നത് OMR ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. എക്സാം സ്റ്റാൻഡേർഡ് വരുന്നത് +2 ലെവലാണ്. 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു പേപ്പറേ ഉള്ളൂ. ഇതിൽ 3 പാർട്സ് ആയിട്ടാണ് വരുന്നത്. സബ്ജക്റ്റ് നോക്കാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 മാർക്ക്, ജനറൽ അവെയർനെസ് 50 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 മാർക്ക്. സിലബസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷൻസി ടെസ്റ്റ് ഇൻ സ്റ്റെനോഗ്രഫി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവാലുവേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് സ്റ്റെനോഗ്രഫി ടെസ്റ്റ് ഉണ്ടായിരിക്കും. എന്നിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ
എക്സാം മീഡിയം വരുന്നത് +2 ലെവൽ തന്നെയാണ്. 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 വരുന്നത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റാണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. 200 മാർക്കിനാണ്, നെഗറ്റീവ് മാർക്കൊന്നുമില്ല. പേപ്പർ 2 വരുന്നത് ജനറൽ അവെയർനെസ് 150 മാർക്കിന്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 150 മാർക്കാണ്, നെഗറ്റീവ് മാർക്കുണ്ട്. ഇതാണ് സബ്ജക്ട്സ് വരുന്നത്. ഇതിൻ്റെയും വിശദമായ സിലബസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയാണ് വരുന്നത്. നിങ്ങൾ ഏജിൽ ഇളവൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷന് കൂടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് ആദ്യം ജോലി വരുന്നത് ചെന്നൈയിലായിരിക്കും. ജോയിനിങ്ങിന് മുമ്പ് 2 ഇയേഴ്സ് പ്രൊബേഷനുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്, www.scerc.res.in ആണ്. ഈ സൈറ്റ് വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 30 ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, സിഗ്നേച്ചർ, ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ റെസീറ്റ്, ആധാർ കാർഡ്, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്, എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെയും കോപ്പി അപ്ലോഡ് ചെയ്യുക. മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യണം. കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ഇത്ര ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനകത്ത് ഓരോ ഡോക്യുമെൻറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.